ലഹരി ഗുളികകളും കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശികളായ മുഹമ്മനെയും ഷഹാബുദ്ദീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കഞ്ചാവും ലഹരി ഗുളികകളുമായാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിലായത്. പശ്ചിമബംഗാൾ സ്വദേശികളായ മുഹമ്മദിനെയും ഷഹാബുദ്ദീൻ എന്നിവരെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇന്നേ ദിവസം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് ഈ കരുനാഗപ്പള്ളി റേഞ്ച് അതിർത്തിപ്പെട്ട പല സ്ഥലങ്ങളിലും പരിശോധന നടത്തി വരികയാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ചവറ മുക്കുത്തോട് എന്ന സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ടോട് ചേർന്ന ഒരു സ്ഥലത്ത് അന്യസംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ മദ്യം സൂക്ഷിച്ചു വെച്ചേക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇത് പരാതി ഉണ്ടായിരുന്നു. ആയത് പ്രകാരം ഞാൻ പാർട്ടി സഹിതം അവിടെ ചെന്ന് ഈ വീട് പരിശോധന നടത്തിയപ്പം അവിടുന്ന് ശരിക്കും ഒരു 100 സ്ട്രിപ്പിൻ്റെ, അതായത് 100 നൈട്രോസൾഫാം ഗുളികകൾ, അത് ശരിക്കും പറയാൻ നൈട്രോസൾഫാൻ ഗുളികൾ ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഗുളികൾ കണ്ടെടുത്തു. അതുകൂടാതെ കുറച്ച് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കേസെടുത്തിട്ടുണ്ട്. സഹബുദ്ദീൻ നൈം എന്ന് പറഞ്ഞ രണ്ടുപേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ റെക്കോർഡുകളെല്ലാം തയ്യാറാക്കിയ ശേഷം ഈ പ്രതികളെ നമ്മൾ കോടതി ഹാജരാക്കുന്നതാണ്. തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധന ഈ കരുനാഗപ്പള്ളി റേഞ്ചിൻ്റെ പരിസരങ്ങളിൽ നടത്തുന്നതാണ്. എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അയാൾ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഏത് പരാതിയും ഏത് സമയത്ത് കിട്ടിയാലും നമ്മൾ ഉദ്യോഗസ്ഥർ സർവാത്മന പോയി കേസെടുക്കുന്നതായിരിക്കും. ചവറ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപത്തെ ഇവരുടെ വാടക വീട്ടിലെ പരിശോധനയ്ക്കിടയിലാണ് ലഹരി കണ്ടെത്തിയത്. സഹോദരന്മാരായ ഇവരിൽ മുഹമ്മദിനെയും പശ്ചിമബംഗാളിൽ പോയി തിരികെ വന്നപ്പോൾ കൊണ്ടുവന്ന ഗുളികകളും കഞ്ചാവുമാണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മത്സ്യബന്ധനത്തിന് പോകുന്ന ഇവർ വാടകയ്ക്ക് റൂമെടുത്ത് കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇങ്ങനെ വിൽപ്പന നടത്തിയ വകയിൽ 1100 രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PA അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ B സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ K, ചാൾസ് H, ഗോഡ്വിൻ, അൻസാരി B, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മോളി, ശ്രീജ SP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.